എന്റെ സൈക്കിൾ എവിടെ? ചെല്ലമ്മ, എന്റെ സൈക്കിൾ എവിടെ? സൈക്കിളോ? എനിക്കെങ്ങനെ അറിയാം? താൻ സൈക്കിളിലാണോ വന്നേ? ആഹാ, ഞാൻ ദേ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് വന്നത്. ഇവിടെ വെച്ചിരുന്നോ? പിന്നെ എവിടെ പോയി? എന്നോടാ ചോദിക്കുന്നേ? ദേ എന്റെ സൈക്കിളിന് സമാധാനം പറയേണ്ടി വരും കേട്ടോ. പിന്നെ തന്റെ സൈക്കിൾ സൂക്ഷിപ്പല്ലയോ എനിക്ക് ജോലി? താൻ പോയി പോലീസിൽ പരാതി കൊടുക്കണു. ഇനിയിപ്പൊ കിട്ടം കൊണ്ടുപോയതായിരിക്കുമോ? കിട്ടനോ? അവനെന്തിനാ എന്റെ സൈക്കിൾ എടുക്കുന്നേ? അതാ വരുന്നല്ലോ അവന്. എടാ കാലമാടാ, നിന്റെ കൈ ഒടിഞ്ഞു പോകുള്ളൂ. എന്റെ മുതുകത്ത് വല്ല മുഴയുണ്ടോ നോക്കിയേ. ശരിക്ക് കിട്ടിയടാ. ആ അവനെ പാമ്പ് പിടിക്കുള്ളൂ. അയ്യോ, നിന്നെ അവൻ തൂക്കിയിട്ട് ഇടിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോടാ. അവിടെ നേരം വിളിച്ച പിന്നെ എത്രാമത്തെയാ? അകത്താ മൂലയിലങ്ങ് ചെന്നിരുന്ന് വലിക്കേ. ചെല്ലേ, ആരെങ്കിലും കണ്ട എനിക്ക് ആര് കണ്ടാലെന്താ? ആരുടെ ഇലയിലാണ് ഞാൻ മരിക്കുന്നേ? അല്ല, എന്റെ ചെലവിലാണല്ലോ. എന്താ ബസ് വരുന്നു? പട്ടി കഴിവറ മോനെ ആരെങ്കിലും കണ്ട എനിക്ക് എന്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ചെല്ല്, അകത്ത് പോയിരുന്നു മതി. ചെല്ല്, എനിക്കതാണ് കേട്ടോ, അതുകൊണ്ടാ. പോ ചെല്ല്, ഇതൊക്കെ ഞാൻ നോക്കിക്കോ. കുഞ്ഞുണ്ണിയെ ചേർത്തോ? ലോഡ്ജിൽ ചേർത്തോ? ലോഡ്ജല്ല, ഹോസ്റ്റൽ. അതന്നെ അതന്നെ. അവൻ ആരാടാ അവിടെ 3 നേരവും ചോറും കറിയും സമയാസമയത്തിന് വെച്ച് കൊടുക്കുന്നേ? അതിനൊക്കെ അവിടെ ആളുണ്ടല്ലേ. ഇത് എവിടെ നൊപ്പിച്ചു? ഇതറിയാൻ പ്രേക്ഷിന്ന് കൊണ്ടുവന്നതാ. നന്നായിട്ടുണ്ടോ? ഇനി പച്ച നിറത്തിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും കണ്ണു വെക്കല്ലോ കരുതിയാ, അതുകൊണ്ടാ വെക്കാഞ്ഞ്. കൊള്ളാവോ? എന്തിന്? ഇതുകൂടെ വെച്ചപ്പോ തനി കളിയാക്കാതെ. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. അപ്പോഴേ യാത്ര ചോദിച്ചപ്പോ കുഞ്ഞുണ്ണി എന്റെ കാര്യമല്ലോ ചോദിച്ചോ? പിന്നെ പ്രത്യേകം അന്വേഷിച്ചു. ഓ, മോനെ കുട്ട, കൈയും കാലം കഴിയപ്പോ നാമം ഞെളിക്ക്. അവനെ ഇനിയും കണ്ടില്ലല്ലോ മോളെ. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ചേട്ടൻ വരൂ അമ്മേ. ടൗണിൽ നിന്നുള്ള ലാസ്റ്റ് ബസ് വന്നിട്ടുണ്ടാവില്ല. അതെങ്ങനെയാ? മണി 6 അവസാനത്തെ ബസ് 6 മണിക്ക് വരേണ്ടതല്ലേ? ബസിന്റെ കാര്യമല്ലേ? ആ കിട്ടുമുണ്ടെങ്കിൽ അവനോടൊന്ന് ചോദിക്കായിരുന്നു. അവൻ ഈ വഴി പോയോ? എന്നെ വിളിച്ചോ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. ചന്ദ്രൻ നാമം ചോദിക്കപ്പോ. അവൻ വരുന്നെന്ന് തോന്നുന്നു. രാമ 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 പാഹിമാം രാമ. നീ എന്താ നമ്മൾ ഇത്രയും വൈകിയത്? സമയത്തിന് വന്നു. ഞാൻ ആ പാണ്ടത്തെ ശങ്കറുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. നീ എങ്ങോട്ടാ ഓടുന്നത്? ഒന്ന് നിൽക്കേ, വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ചോദിക്കും. അമ്മയ്ക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കും. പിന്നെ അവിടെ പ്രത്യേകമായി അല്ല, പച്ചക്കറിക്കും അല്ലാത്തതിനും പ്രത്യേകം അടുക്കളയിൽ വെപ്പുകാരും ഉണ്ടോ? അതോ എല്ലാം ഒരുമിച്ചാണോ? ഓ, അവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്കറിയാം. എല്ലാം കൂടി ഒരുമിച്ചായ അവൻ ആകെ പാടെ കുഴയും. അവൻ ജലവാനം കഴിക്കത്തില്ല. നിനക്കറിഞ്ഞൂടെ അവൻ ഇവിടെ കാണിക്കുന്ന ബഹളം? ഒന്ന് പറയണോ? ഞാനെന്ത് പറയാനാ? അമ്മ തന്നെ ചോദ്യം ഉത്തരവും പറയുന്നു. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാൻ കിടക്കുന്നു? അമ്മയ്ക്ക് ആദ്യം അറിയേണ്ട അടുക്കള കാര്യം. ഒന്ന് പറയടാ, എല്ലാം ഒന്ന് വിസ്തരിച്ച് പറ. ഞാനെല്ലാം പറയാം. അമ്മ ഇടയ്ക്ക് ഒരു അഭിപ്രായം ഒന്നും പറയും. സമ്മതിച്ചോ? ഞങ്ങൾ ഇവിടുന്ന് രാവിലെ 6 മണിയുടെ ബസ്സിനാണല്ലോ പോയത്. അത് കൃത്യം 8:30 മണിക്ക് ടൗണിലെത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് അവന് കോളേജിൽ പോയി. പ്രിൻസിപ്പാളിനെ കണ്ടു. പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ കോളേജിലെ ഏറ്റവും വലിയ ആള്. ഇവിടുത്തെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ പോലെ. അവന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു, ഫീസ് കെട്ടി, രസീത് അവന്റെ കയ്യിലുണ്ട്. ഇന്ന് കോളേജിലെ 2 ദിവസം കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അവന്റെ ഹോസ്റ്റലിൽ പോയി. എന്താ ഹോട്ടലോ? അയ്യോ, ഹോട്ടലല്ലമ്മേ, ഹോസ്റ്റൽ.
കുട്ടികൾക്ക് താമസിക്കാനുള്ള സ്ഥലം. ഓട്ടോറിക്ഷക്കാരനുമായിട്ട് ഒരു അല്പം കശപശ പറയേണ്ടി വന്നു. പരിചയമില്ലാത്ത കിട്ടിയാൽ പിഴിഞ്ഞെടുക്കും. ഇറാഖിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് ഇവിടെ ഡബിൾ ചാർജ് ആണത്രേ. ഇറാഖ് ഇവിടെയൊന്നും അല്ലമ്മേ, അങ്ങ് ദൂരെയാ. അല്ലേലും പട്ടണത്തിൽ അങ്ങനെയാ, ആൾക്കാർ പറ്റിക്കും. ഹോസ്റ്റൽ വാർഡനെ കണ്ട് ഹോസ്റ്റലിലെ അഡ്മിഷൻ ശരിയാക്കി. നല്ല മുറി തന്നെ കിട്ടി. കിഴക്ക് വയസ്സ് തന്നെ അമ്മ കൊടുത്ത ഗുരുവായൂരപ്പന്റെ പണം തൂക്കിയിട്ടുണ്ട്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോ കണി കാണാൻ പറ്റിയ പാകത്തിൽ. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഇടയ്ക്ക് എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. ബസ് സ്റ്റാൻഡിൽ വന്നു. 3:30 മണിക്കുള്ള ബസ് തന്നെ കിട്ടി. ബസ്സിൽ വെച്ച് പെട്ടെന്ന് ഒന്നുമില്ല, ബസ്സിൽ വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ഇനി എന്താ അമ്മയ്ക്ക് അറിയേണ്ടത്? അല്ല, അപ്പൊ ഈ പച്ചക്കറി അടുക്കളയും മറ്റേതും അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അടുക്കളയൊന്നുമില്ല. പച്ചക്കറി വേണ്ടവന് പച്ചക്കറി, അല്ലാത്തവന് മറ്റത്. അമ്മയുടെ മോനാരാ? കോവിലത്തെ തമ്പുരാനോ? പ്രത്യേകം അടുക്കളയും വെപ്പുകാരം വെക്കാൻ? അവൻ ഇനി ജലമാനം കുടിക്കത്തില്ല. അമ്മ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം ചൂടാക്കി, എനിക്കൊന്ന് കുളിക്കണം. ചേട്ടാ, അവന് മുറിയിലെ സൗകര്യങ്ങളൊക്കെ ശ്രീധരമാമ, എന്നിട്ട് വാർഡന്റെ അടുക്കൽ പ്രത്യേകം പറഞ്ഞോ ഗ്രാസ്കോട്ടിലെ കെ കുമാറിന്റെ സഹോദരിയാണെന്ന്? പറഞ്ഞോന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണും. കുഞ്ഞിന്റെ ഗ്രാസ് കോട്ടിലെ സഹോദരിയാണ്, കുഞ്ഞിന്റെ ഗ്രാസ് കോർട്ടിലെ സഹോദരിയാണ്. അല്ല, ഗ്രാസ് കോർട്ട് കെ കുമാർ സാറിന്റെ സഹോദരിയാണ്. അവർക്കൊക്കെ സാറിനെ വലിയ കാര്യമാണ്. പോടും സാറെ പൊങ്ങച്ചം പറയാലോ. സാറിന്റെ പേര് പറഞ്ഞേ ഉള്ളൂ, അറിയാതെ ആ വാടൻ ആ സീറ്റിൽ നിന്നും മേലോട്ട് പൊങ്ങി. വാടൻ സ്ത്രീയാണ്. പിന്നെ തുടങ്ങി ബഹുമാനങ്ങൾ. അത് ശരി. അപ്പോ എന്നെ അവിടെ എല്ലാവർക്കും അറിയാമല്ലേ? പിന്നെ എന്താ ഇവിടെ ചൂടല്ലേ? എന്നിട്ട് ഹോസ്റ്റലിലെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ എന്നാ? വിശാലമായൊരു മുറി. മുറി എന്ന് പറഞ്ഞാൽ ഒരു ഹാളെന്ന് പറഞ്ഞപ്പോ ഒരു എന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടിട്ടില്ല അതുപോലത്തെ സെറ്റിങ്സ്. ഒരു AC-യും കൂടി ഫിറ്റ് ചെയ്താൽ. എടോ കൂടുതൽ വാചകം അടിക്കാതെ. എന്താടോ വല്ലാത്തൊരു ക്ഷീണം പോലെ? വല്ലതും വേണോ? കുടിക്കാൻ പോവാ. കുടിച്ചോ, കുടിച്ച് ലിവർ ഓട്ടെ ചോരൂട്ടാ. അയ്യോ. ഈ സോഡ എടുത്ത് കുടിച്ചു. അല്പം മുളക് പൊടിയും കൂടി ഇട്ടാൽ നല്ല ആശ്വാസം. നിന്നെയൊക്കെ ഉണ്ടല്ലോ. ഇയാള് വെറും ഒരു ചെറ്റയാണല്ലോ. മുറിഞ്ഞ കൈക്ക് ഉപ്പ് തേക്കാത്ത പിശാശ്. ഒരു ഗ്രാസ് കോട്ടിലെ കെ കുമാർ സാർ. ഇയാൾ എന്നാ കുമാർ സാറായത്? കെ കുമാരൻ. ഇവന്റെ അച്ഛനെ ഒരു വേലാണ്ടി എന്നല്ലേ? ഞാൻ പിന്നെ പറഞ്ഞാണ്ടല്ലോ, ഉപ്പിട്ട് കുടിക്കും. അതവിടെ തന്ന കുടിക്കട്ടെ. ഇവിടെ നിന്ന് ഒരു തുള്ളി കിട്ടില്ല കുടിക്കാൻ. എന്ത് കഷ്ടത്. അമ്മണി ഉണ്ണാൻ വന്നില്ലേ? അവൾ അപ്പുറത്തെ വീട്ടിൽ എങ്ങാനും കാണും. നിനക്ക് കമ്പനി പോണ്ടല്ലേ? നീ ആഹാരം കഴിക്കേ. അങ്ങനെ വേണ്ട, അവളും കൂടെ വന്നിട്ട് ഞാൻ ഉണ്ടെന്നുള്ളൂ. അമ്മേ
എനിക്ക് വിളമ്പ്. നീ എന്താ നോക്കി നിൽക്കുന്നത്? ഇവന് വിളമ്പ്. വാടി ഇവിടെ. അയ്യോ വീടിയേട്ടാ, ആഹാ. അയ്യോ വേദനിക്കുന്നു. ഇരി ഇവിടെ. ആ. എടീ, അതവിടെ വെക്കടി, ഞാൻ നിനക്ക് വേറെ തരാം. ഉം. കൊല്ലി ഞാൻ. അമ്മ ഇത് കണ്ടോ? അമ്മണി, ഏയ്, അച്ഛന് കുറച്ച് ഉം. ദാ, നിനക്ക് സാമ്പാറുണ്ട്. പറയടി, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന്. ചേട്ടാ, എടി പറയാനാ പറഞ്ഞത്. നീ പറയില്ലല്ലേ? മോനെ, അമ്മ മാറിയുന്നേ. വേണ്ട മോനെ, അവളെ നിർബന്ധിക്കണ്ട, അവള് പറയില്ല. ഓ, അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് എന്നെ വെട്ടിയാക്കിയായിരുന്നല്ലേ?